താലിപ്പൊന്ന്. വാമിക, നേരാണോ മോനെ? ലിസി അവനെ തുറച്ചു നോക്കി. അതെ മമ്മി. അന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി എറണാകുളത്ത് ആ ഹോട്ടലിൽ വന്നതാണ് വാമിക. അന്ന് ശരിക്കും സംഭവിച്ചത് ജേക്കബിൻ്റെ എതിരാളികൾ അയാളുടെ ബിസിനസ് തകർക്കാനും മൊത്തത്തിലുള്ള അവരുടെ മുഖച്ഛായ ഇല്ലാതാക്കാനും വേണ്ടി അയാൾ ജേക്കബിൻ്റെ മകൻ ആദവും ഒരു പെൺകുട്ടിയും ചേർന്ന് ഹോട്ടലിലൊരു മുറിയിൽ ഒന്നിച്ചുണ്ടെന്ന് ഒരു വാർത്ത പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് അവിടെ ചെക്കിങ്ങിന് വരുമ്പോഴാണ് വാമിയും ആദവും ബോധരഹിതരായി ഒന്നിച്ചൊരു ബെഡിൽ കിടക്കുന്നത് കാണുന്നത്. രണ്ടുപേർക്കും ബോധമുണ്ടായിരുന്നില്ല. പിന്നീട് നടത്തിയ വൈദ്യപരിശോധനയിൽ പോലീസിന് മനസ്സിലായി ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്നും അവർ തമ്മിൽ അരുതാത്ത ബന്ധമൊന്നുമില്ലെന്നും. പക്ഷെ ഇതിനോടകം തന്നെ അവിടെ കൂടി നിന്നവരിൽ ആരോ ഫോൺ ക്യാമറയിൽ വാമികയുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടു. അതുവഴി അവളുടെ നാട് മുഴുവൻ അറിഞ്ഞു. അവളൊരു മോശം പെൺകുട്ടിയാണെന്ന് ആ ഗ്രാമത്തിൽ എല്ലാവരും പറഞ്ഞു. സംഭവിച്ചതിന് പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കാനൊന്നും ആരും പോയില്ല. അതേ ദിവസം തന്നെയാണ് അവൾക്കാകെ സ്വന്തമായി ഉണ്ടായിരുന്ന അവളുടെ അമ്മ മരിക്കുന്നതും. ആദം പറഞ്ഞത് വാമികയുടെ കാര്യങ്ങൾ കേട്ട് ലിസിയുടെ കണ്ണ് നിറഞ്ഞുപോയി. അവർക്ക് വാമികയോട് പാവം തോന്നി. പപ്പയോട് പറയണ്ടേ? എന്ത്? ആദോ ആലോചനയോടെ ലിസിയെ നോക്കി. എടാ, വാമിയുടെ കാര്യം അതിനവൾക്ക് കൂടി ഇഷ്ടാകണ്ടേ? അവൾക്ക് ചെറിയൊരു താല്പര്യമുണ്ടെന്ന് തോന്നും. അല്ലാണ്ട് വേറൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവൾ സമ്മതിച്ചാൽ അധികം വൈകിക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കുടുംബക്കാരെ ബന്ധുക്കളെ ഒന്നും നോക്കണ്ട. അവരൊക്കെ ഇങ്ങനെ കിടന്ന് വാ പറയാൻ മാത്രമേ കാണൂ. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഒന്നിച്ച് ജീവിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം. ലിസി അത് പറഞ്ഞപ്പോൾ ആദോ ഒരു നിമിഷം ആരാധനയോടെ നോക്കി നിന്നുപോയി അവരെ. അവൻ്റെ മമ്മയ്ക്ക് ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് അവൻ അറിയുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഈ വിവരം ജേക്കബ് പറഞ്ഞാൽ ഉറപ്പായും ജേക്കബ് സമ്മതിക്കുമെന്ന് ആദത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ലിസിയായിരുന്നു അവൻ അല്പമെങ്കിലും ഭയമുണ്ടായിരുന്നത്. എന്നാലിപ്പോൾ ലിസി കൂടി സമ്മതിച്ചതോടെ അവൻ പൂർണ്ണ സന്തോഷത്തിലായി. എടാ, ഞാൻ ആദ്യം വിചാരിച്ചത് നീയും അലീനയും തമ്മിൽ എന്തോ ഉണ്ടെന്നാണ്. എൻ്റെ മമ്മി എന്തു വർത്താനേ പറയുന്നേ? അലനെ ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് കണ്ടത്. അപ്പോൾ പിന്നെ അലീനെ ഞാനെങ്ങനെ വിവാഹം കഴിക്കും? എടാ, ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള ചിരിയും കളിയും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു തമ്മിലൊരു ഇഷ്ടം കാണുമെന്ന്. സമയം ഏകദേശം ഉച്ചയോടെ അടുത്തപ്പോൾ തന്നെ ലിസി വാമിയെ ഉച്ചഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ആ സമയം അവൾ സിസ്റ്റത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചേ, വാ കഴിക്കാം. ഇനി കഴിച്ചേച്ച് ചെയ്യാൻ ബാക്കി. 5 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് പൂർത്തിയാക്കി ശേഷം വാമിക താഴെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അപ്രതീക്ഷിതമായ ആദത്തെ അവിടെ കണ്ടതും അവളുടെ പുരികം ചൊളിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് ലിസിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെന്നി മാറി. ഇരിക്കൂ വാമി. ആദം അത് പറഞ്ഞപ്പോൾ വാമിയുടെ നോട്ടം ആദ്യം പോയത് ലിസിയുടെ മുഖത്തേക്കാണ്. അവരാണെങ്കിൽ അതൊന്നും കേൾക്കാത്ത പോലെ നിന്നു. വാമിയാണെങ്കിൽ വെറുതെ ചോറ് കുഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൾക്കൊരു വറ്റുപോലും ഇറങ്ങുന്നില്ല. ആകെ കൂടി ഒരു വല്ലായ്മ പോലെ. മോളെ, എന്തു പറ്റി? ലിസിയുടെ ചോദ്യം കേട്ട് പെട്ടെന്നവൾ ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ചു. ആദത്തിൻ്റെ കള്ളനോട്ടം കാണുന്തോറും പാവം പെണ്ണിന് നെഞ്ചിരിപ്പ് വർദ്ധിച്ചു. അവളുടെ അവസ്ഥ കണ്ട് ആദം പെട്ടെന്ന് എണീറ്റ് പോയി. അന്ന് ഭക്ഷണം കഴിച്ച് ആദം അപ്പോൾ തിരികെ ഹോസ്പിറ്റലിലേക്ക് മടങ്ങിപ്പോയി. വാമിക മുകളിലെ നിലയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ലിസി അവളെ പിന്നിൽ നിന്ന് വിളിച്ചത്. കൊച്ചേ, തിരക്കുണ്ടോ? ഇല്ല ആൻറ്റി. എങ്കിലിങ്ങി വാ, കുറച്ച് സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് ലിസി അങ്ങനെ പറഞ്ഞപ്പോൾ വാമിക്ക് ചെറുതല്ലാത്തൊരു ഭയം തോന്നി. ഗാർഡനിലെ ബെഞ്ചിൽ ലിസിക്കരികിലായി ഇരിക്കുകയാണ് വാമി. ലിസി വാമിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എൻ്റെ മോൻ ആദോ ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. അവനൊരു പെങ്കൊച്ചിനെ ഇഷ്ടമാണെന്ന്. വാമികയുടെ മുഖം ചുവന്നു. ലിസിയെ നോക്കാനാവാതെ വാമിക മുഖം കുനിച്ചു. കൊച്ചു മുഖം താഴ്ത്തൊന്നും വേണ്ട. വാമിക്ക് ഇഷ്ടമാണോ എൻ്റെ മോനെ? പെട്ടെന്ന് വാമിക മുഖം ഉയർത്തി ലിസിയെ നോക്കി. വാമിയുടെ മിഴികൾ നിറഞ്ഞ ആ സമയം. കൊച്ചെന്തിനാ സങ്കടപ്പെടുന്നേ? മമ്മി കാര്യമായിട്ട് ചോദിച്ചതാ. കൊച്ചിന് ഇഷ്ടമാണെങ്കിലേ
ഈ മമ്മി നടത്തി തരും നിങ്ങളുടെ കല്യാണം. നിന്റെ ജേക്കബ് സാറിന് പണ്ടേ പൊന്ന് സമ്മതമാ നിന്നെ ഈ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. ഇച്ചായന് ഒന്ന് രണ്ട് പറ്റും അതേപ്പറ്റി എന്നോട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ആദത്തിൻ്റെ മനസ്സറിയാൻ കാത്തു നിൽക്കുമായിരുന്നു ഞാൻ. ഇപ്പോഴല്ലേ അറിഞ്ഞത് അവനും കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണെന്ന്. വിടർന്ന മിഴികൾ അവൾ ലിസിയെ നോക്കി. അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വാമി ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് ആദം അവിടേക്ക് വന്നു. എനിക്ക് തന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. ഹോസ്റ്റലിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതിന് മറുപടിയായി വാമി ഒന്ന് തലകുലുക്കി. ലിസിമോടെ നിൽപ്പുണ്ട്. അവരും പറഞ്ഞ അവളോട് ആദം ഡ്രോപ്പ് ചെയ്തോളൂ. ആദം വാമിയും കൊണ്ടുപോയത് നേരെ ഒരു ബീച്ചിലേക്കാണ്. കുറേ സമയമായിട്ട് അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണുക അവൾക്ക് ടെൻഷനായി. എന്തോ വലിയ കാര്യം പറയാൻ ഒരു തയ്യാറെടുപ്പ് നടത്തും പോലെ അവൻ തൊണ്ടയൊക്കെ എനിക്ക് ശബ്ദം നേരെയാക്കി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അത് കേട്ട ശേഷം മതി എന്നെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടത്. അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആദത്തിന് കാര്യം മനസ്സിലായി. വാമി, താൻ പറയാൻ പോകുന്ന കാര്യം തന്നെയാണ് എനിക്കും തന്നോട് ഷെയർ ചെയ്യാനുള്ളത്. തൻ്റെ ജീവിതത്തിൽ കരുനിഴൽ വീഴ്ത്തിയ ഒരു വലിയ സംഭവമാണ് അതെന്ന് എനിക്കറിയാം. വാമിക്കുടലാകെ ഒരു പെരുപ്പ് തോന്നി. മനഃപൂർവ്വം മറന്നു തുടങ്ങിയ ഒരു കാര്യത്തിനെയാണ് ഇപ്പോൾ വീണ്ടും ചികഞ്ഞെടുക്കാൻ പോകുന്നത്. ഒരിക്കൽ വാമിയെ ഹോട്ടലിൽ വെച്ച് ആരോ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? അന്ന് വാമിക്കൊപ്പോൾ ഒരു ആണുകൂടി ഉണ്ടായിരുന്നില്ലേ? അത് ഞാനായിരുന്നു. വാമി വിശ്വാസം വരാത്ത പോലെ തറഞ്ഞു നിന്നു. പക്ഷെ അന്ന് ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. വാമിയെപ്പോലെ തന്നെ എനിക്കും ബോധം ഉണ്ടായിരുന്നില്ല. പപ്പയുടെ ബിസിനസ്സിലെ എതിരാളികൾ ചെയ്ത പണിയാണത്. അതിലൂടെ പപ്പയുടെ സമൂഹത്തിലുള്ള ഇമേജ് ഇല്ലാതാക്കുകയെന്നാണ് അവരുടെ ശ്രമം. പക്ഷേ അതെന്നേക്കാൾ ഏറെ ബാധിച്ചത് വാമിയായിരുന്നു. ആ സംഭവം നടന്ന് കുറേ നാളിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി വാമിയായിരുന്നുവെന്ന്. വാമി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് നിലത്തെ പൂഴിമണ്ണിലേക്കിരുന്നു. ആദ്യം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ്റെ നെഞ്ചോട് ചേർത്തു. പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എല്ലാം ഒരു ദുസ്വപ്നമായിരുന്നു. അങ്ങനെ ഓർത്താൽ മതി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഒപ്പം അവളുടെ കാതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതെ, ഈ ആദനദാൻ്റെ മണവാട്ടിയാകാൻ റെഡിയായിട്ടിരുന്നു കൊച്ചെ. അവളുടെ കാതോരം അവൻ്റെ ശ്വാസം പതിഞ്ഞതും വാമിയൊന്ന് കുറുകിക്കൊണ്ട് പിടഞ്ഞു മാറി. എത്രയൊക്കെ അകന്നു മാറാൻ ശ്രമിച്ചാലും എൻ്റെ പെണ്ണി നെഞ്ചത്ത് തന്നെ കിടക്കും. ആദം നിന്നെ ഈ കൈകൾ കൊണ്ട് ആഴത്തിൽ പുണരും. നിന്റെ കവിൾത്തടങ്ങളിലൂടെ മുത്തം തരും. നിന്റെ അതരത്തിലെ തേൻ ആവോളം നുകരും പെണ്ണെ. അവൻ പറയുന്ന കേട്ട് അവളുടെ മുഖം ചുവന്നു തൊടുത്തു. അകലെ നിന്നിരുന്ന അസ്തമയ സൂര്യൻ അവളുടെ കവിളിൽ പല ഭാവങ്ങൾ വിരിയിച്ചു. പോകാം, ആദം ചോദിച്ചതവൾ തലകുലുക്കി. അവരുടെ ആ യാത്ര ആദം തൻ്റെ വിരലുകൾ കോർത്ത് പിണിച്ചുകൊണ്ട് അവളുടെ വിരലിൽ തഴുകി തലോടി. ഇടയ്ക്കൊന്ന് ഞൊട്ട പൊട്ടിക്കാൻ ആഗ്രഹം തോന്നി. അവനൊന്ന് അമക്കിയതും അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. വേദനിച്ചോ? ആർദ്രമായി അവൻ്റെ ചോദ്യം. അതിൽ പ്രണയം തുളുമ്പി നിന്നു. പെണ്ണവൾ ഒന്ന് കണ്ണു ചിമ്മി. അപ്പോഴേക്കും അവൾ ഹോസ്റ്റലിൽ എത്തിയിരുന്നു. ആദ്യം അവരുടെ വിവാഹകാര്യം കുടുംബക്കാരൊക്കെ അറിഞ്ഞപ്പോൾ വലിയ വിഷയമാണെങ്കിലും പിന്നീട് എല്ലാവരും സമ്മതം പറഞ്ഞു. അവൻ്റെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ പിന്നെ നമുക്കെല്ലാം എന്നൊരു നിലപാടായിരുന്നു അവർക്കെല്ലാവർക്കും. ലിസിയും ആദവും കൂടി മന്ത്രകൂടി സെലക്ട് ചെയ്യാൻ പോയി. വാമിയെ വിളിച്ചെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി. പിന്നീട് അവരിരുവരും ചേർന്ന് സെലക്ട് ചെയ്തത് വളരെ അടുത്ത ബന്ധുക്കൾ മാത്രമുള്ള ഒരു മിന്നുകെട്ട് ചടങ്ങായിരുന്നത്. പിങ്ക് സാരിയിൽ നേർത്ത സ്വർണ്ണാഭരണങ്ങൾ മാത്രം അണിഞ്ഞ് വാമി ആദത്തിൻ്റെ മിന്ന് സ്വീകരിച്ചു. മിതമായ മേക്കപ്പായിരുന്നെങ്കിലും അണിഞ്ഞൊരുങ്ങി അവൾ ഇറങ്ങി വന്നപ്പോൾ ഏതോ സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയെപ്പോലെ തോന്നി. അത്രയ്ക്ക് സുന്ദരി. കഥകളിലൊക്കെ വരച്ചു വച്ചിരിക്കുന്ന രാജകുമാരിയുടെ ചിത്രം പോലെ ആദോ അവളെ കണ്ടപ്പോൾ ഓർത്തുപോയി. അവളുടെ ശംഖ് തോൽക്കുന്ന വെണ്ണക്കൽ മേനി കണ്ട് പലപ്പോഴും അവന് കൺട്രോൾ വിട്ടു. രാത്രിയിലേറെ നാണത്തോടെയാണ് ആദത്തിൻ്റെ മുറിയിലേക്ക് അവൾ പോയത്. അവളുടെ വരവും പ്രതീക്ഷിച്ചെന്നതുപോലെ ബെഡിലിരിക്കുന്നവനെ കാണുകെ ചെറിയൊരു വിറയൽ അവൾക്ക് അനുഭവപ്പെട്ടു. അവനടുത്തേക്ക് വരുന്നതനുസരിച്ചവൾ പിന്നോട്ട് നടന്നു. ഒടുവിൽ ചുവരിൽ തട്ടി നിന്നതും പൊടുന്നനെ ആദത്തിൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു. വാമി കണ്ണുകൾ ഇറുക്കിയടച്ചു നിന്നു. അങ്ങനെ ഒടുവിൽ വാമിക ഈ ആദത്തിൻ്റെ സ്വന്തമായല്ലേ? അവളുടെ കഴുത്തിൽ കിടന്ന മിന്നുമാല അവൻ
ചൂണ്ടുവിരൽ കൊണ്ട് വലിച്ചെടുത്തു. ആദത്തിൻ്റെ മിന്നിൻ്റെ അവകാശി. അവനവളുടെ നെറുകയിൽ മുത്തി. പെണ്ണൊന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയതും ആദം അവളെ പിടിച്ച് നേരെ നിർത്തി. പേടിയാണോ? അവൻ്റെ ചോദ്യം കേട്ടവൾ മുഖം താഴ്ത്തി. പേടിക്കണ്ടടോ, ഞാൻ വേദനിപ്പിക്കില്ല. പക്ഷേ ഇനിയും കാത്തിരിക്കാൻ മാത്രം പറയല്ലേ പ്ലീസ്. അവൻ്റെ വാക്കുകൾ കേട്ടവൾക്ക് പേടി തോന്നി. പക്ഷെ അവനൊരു മായാജാലക്കാരനെ പോലെ തൻ്റെ പെണ്ണിനെ തൊട്ടുണർത്തി. കഴുത്തിലേക്ക് പടരുന്ന ആദത്തിൻ്റെ ശ്വാസച്ചൂടിൽ അലിഞ്ഞില്ലാതായി വാമി. നിമി നേരത്തിനുള്ളിൽ വാമിയുടെ ചിരിയും കുറുകലും കിതപ്പും ആ മുറിയിൽ നിറഞ്ഞു. അവൻ്റെ ചുംബനങ്ങൾ അവളുടെ ശരീരത്തിൽ ഉടനീളം പതിഞ്ഞു. ആടകൾ വേർപെട്ടു പോകുമ്പോൾ പെണ്ണവളത് തടയാൻ നോക്കി. എന്തിനാ നാണം? വേറെ ആരുമല്ലല്ലോ, ഞാനല്ലേടോ. അവളുടെ അധരം നുകർന്നുകൊണ്ടവൻ കാതിടുക്കിൽ മുഖം ചേർത്തു. പിന്നെയും അവൻ്റെ ചുംബനം അവളുടെ ഓരോ സിരകളിലും പടർന്നു കയറിക്കൊണ്ട് ഒടുവിലവൻ അവളിൽ ആധിപത്യം സ്ഥാപിച്ചു. എല്ലാ അർത്ഥത്തിലും വാമി ആദത്തിൻ്റേതായി മാറിയിരുന്ന ആ നിമിഷം. ഇടയ്ക്കെപ്പോഴോ കണ്ണു തുറന്നു നോക്കിയവളുടെ മുൻപിൽ ആദത്തിൻ്റെ മുഖം കണ്ടതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു. തങ്ങൾക്ക് ചുറ്റും ഇപ്പോഴും പ്രണയമഴ നിർത്താതെ പെയ്യുന്നുണ്ട്. അവന് തോന്നി ആ പ്രണയമഴയുടെ കുളിരിൽ അവളിലേക്ക് ഒന്നുകൂടി ആളിപ്പടരാൻ. വാമി മുഖമുയർത്തി നോക്കി. കള്ളച്ചിരിയോടെ ആദോ അവളെ എടുത്ത് തൻ്റെ നെഞ്ചിലേക്കിട്ടു. ശുഭം. കഥ ഇഷ്ടമായോ ആവോ? കഥ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സപ്പോർട്ട് തരണേ.